35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ പെൻഷൻ പദ്ധതിയുടെ ഗവൺമെന്റ് ഓർഡർ ആയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നിലും ഗുണഭോക്താക്കളാകാത്തവരും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരുമായ 35നും 60നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺസ് അടക്കമുള്ള സ്ത്രീകൾക്കാണ് 1000 രൂപ പ്രതിമാസം ധനസഹായം ഉറപ്പുവരുത്തുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചുവടെ പറയുകയാണ്. അപേക്ഷകർ മറ്റ് ക്ഷേമ പെൻഷനുകളിൽ ഒന്നിലും ഉൾപ്പെടാൻ പാടില്ല. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരായിരിക്കണം. 35നും 60നും ഇടയിലായിരിക്കണം പ്രായം. സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവരായിരിക്കണം. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ അംഗമായിട്ടുള്ളവർക്ക് വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF മുതലായ ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഇത് ലഭിക്കുന്നതല്ല. സംസ്ഥാനത്തിനകത്തുനിന്ന് താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ എന്നിവയിൽ ജോലി ലഭിച്ച് പോവുകയാണെങ്കിൽ ഇതിന്റെ അർഹത നഷ്ടപ്പെടുന്നതാണ്. നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവരുടെ കാർഡുകൾ ഏതെങ്കിലും സാഹചര്യത്താൽ നീല വെള്ള ആയി മാറുകയാണെങ്കിൽ അവർക്ക് ഇതിന്റെ അർഹത നഷ്ടപ്പെടുന്നതാണ്. തിരിച്ചും സാധ്യമാണ്. അതായത് നിലവിൽ വെള്ള നീല കാർഡുള്ളവർക്ക് മഞ്ഞ പിങ്ക് കാർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയാൽ അവർക്ക് അപേക്ഷിക്കാവുന്നതുമാണ്. ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷം ആനുകൂല്യം അവകാശിക്ക് ലഭിക്കുന്നതല്ല. എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങൾ പരിധിയിൽ വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതുണ്ട്. ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെട്ടാൽ, ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ ആ കാലയളവിൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല. പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കുന്നതാണ്. ഇതൊന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖയും അതോടൊപ്പം ഡോക്ടർ സർട്ടിഫിക്കറ്റും പ്രായം തെളിയിക്കുന്ന രേഖയായി ഹാജരാക്കാം. അനർഹരായി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ 18% പലിശ സഹിതം അത് തിരിച്ചടയ്ക്കേണ്ടി വരും. ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ്, നിലവിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എങ്ങനെ അപേക്ഷ കൊടുക്കാം, അതാണ് പല ആളുകൾക്കും ഇപ്പോഴും സംശയമായി നിൽക്കുന്നത്. അതേക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യരായ വ്യക്തികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഫ്ലൈനായി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും ആധാറിൻ്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയുമായി അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ, നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ നിങ്ങൾ നേരിട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ വിവരങ്ങൾ എന്നിവ ശേഖരിക്കേണ്ടതാണ്. അത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗ്യരായ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി മുഖേന കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറേണ്ടതാണ്. 5ാമത് പറഞ്ഞിരിക്കുന്നത്, പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഇൻഫർമേഷൻ കേരള മിഷന്റെയും IT മിഷന്റെയും സഹായത്തോടെ സേവന പോർട്ടലിൽ അനുയോജ്യമായ മൊഡ്യൂൾ ഉൾപ്പെടുത്തേണ്ടതാണ്. നിലവിൽ വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും ഒക്കെ അപേക്ഷ കൊടുക്കുന്നത് സേവന എന്ന പോർട്ടൽ വഴിയാണ്. ഒന്നുകിൽ ആ സേവന പോർട്ടലിൽ അല്ലെങ്കിൽ കേസ്മാർട്ട് പോലെ നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അപേക്ഷകളൊക്കെ കൊടുക്കുന്ന ആ സൈറ്റിൽ തന്നെ ഇതിനൊരു ലിങ്ക് കൂടി ആഡ് ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഓഫ്ലൈനായി വാങ്ങുകയും പിന്നീട് അത് ഓൺലൈനായി മാറുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയത്തിനുള്ളൊരു മറുപടിയാണ് എങ്ങനെ അപേക്ഷ കൊടുക്കാം, എന്നു മുതൽ പൈസ കിട്ടി തുടങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ അപ്ഡേറ്റ്സും തുടർന്ന് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അത് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.